സുരേഷ് ഗോപി എൻ്റെ സുഹൃത്താണ്, സഹപ്രവർത്തകനാണ്. അദ്ദേഹം കഴിഞ്ഞ കുറെ കാലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു കാര്യത്തിൽ കാമ്പോ കഴമ്പോ ഉണ്ടെന്ന് അദ്ദേഹത്തിന്റെ പാർട്ടിയിലുള്ള ആൾക്കാർ വിശ്വസിക്കുന്നില്ല. ഇത് യാഥാർത്ഥ്യമാണ്. നിങ്ങൾ BJP നേതാക്കളോട് ചോദിക്കുക. ഉദാഹരണം, അദ്ദേഹം നിവേദനം കൊടുക്കാൻ പോയി കഴിഞ്ഞാൽ ജില്ലാ പ്രസിഡന്റിന് കൊടുക്ക്, എനിക്ക് അതിനുള്ള സമയമില്ല എന്നൊക്കെയല്ലേ പറയണേ. അവര് തന്നെ ആകെ ബുദ്ധിമുട്ടിയിരിക്കുകയാണ്. ഇപ്പൊ പാർലമെന്റ് സമ്മേളനം നടക്കുമ്പോഴാണ് അദ്ദേഹം തിരുവനന്തപുരത്ത് ഇങ്ങനെ തമ്പടിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു മന്ത്രിക്ക് അപ്പൊ വേറൊരു പണിയില്ലേ? അപ്പൊ അദ്ദേഹത്തിന് ഡൽഹിയിൽ ഒരു പണിയില്ല എന്നുള്ള കാര്യം അദ്ദേഹത്തിന്റെ തിരുവനന്തപുരത്തെ ആ ഒരു സാന്നിധ്യം കൊണ്ട് അദ്ദേഹം അടിവരയിടുകയല്ലേ ചെയ്തത്. മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. നിങ്ങൾ കേട്ടില്ലേ, വലിയ സംഭവമാക്കിയിട്ട് ജോൺ ബ്രിട്ടാസ് മാധ്യമങ്ങളോട് പറഞ്ഞതാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ജോൺ ബ്രിട്ടാസ് പറഞ്ഞത് ആന മണ്ടത്തരമല്ലേ? മണ്ടത്തരം മാത്രമല്ല, ഉള്ളിന്റെ ഉള്ളിലുള്ള മറ്റൊരു വപ്രാളം കൂടി ആണ് ഇത്തരത്തിലൊരു പ്രസ്താവന, ഇത്തരത്തിൽ മാധ്യമങ്ങളോട് ബ്രിട്ടാസ് പറയാൻ ഒരു കാരണം എന്ന് പറയുന്നത്. നമുക്ക് ഏതായാലും ഈ ഇദ്ദേഹം പറഞ്ഞതിന്റെ ആനമണ്ടത്തരവും അദ്ദേഹത്തിന്റെ വപ്രാളവും ഒക്കെ എങ്ങനെയാണ് വന്നിട്ടുള്ളത് എന്നത് ചർച്ച ചെയ്യാം. നിങ്ങൾ കേട്ടില്ലേ എന്താണ് ഈ ജോൺ ബ്രിട്ടാസ് മുന്നോട്ട് വെച്ചത്? ഒന്ന്, തിരുവനന്തപുരത്ത് തമ്പടിക്കുന്നത് എന്തിനാണ്? അദ്ദേഹത്തിനൊരു പണിയുമില്ലേ എന്നാണ് ഒരു ചോദ്യം വരുന്നത്. മറ്റൊന്ന്, അദ്ദേഹം പറയുന്നത് കുറെ കാലമായിട്ട് സുരേഷ് ഗോപി പറയുന്നതിൽ എന്തെങ്കിലും കയമ്പുണ്ടോ? അത് അദ്ദേഹത്തിന്റെ പാർട്ടിക്കാർ പോലും തിരിച്ചറിയുന്നുണ്ടോ? അത് അംഗീകരിക്കുന്നുണ്ടോ? അത്തരത്തിലൊക്കെയാണ് ജോൺ ബ്രിട്ടാസ് ചോദിക്കുന്നത്. നമുക്ക് ഏതായാലും ആദ്യം തന്നെ സുരേഷ് ഗോപി പറയുന്നതിലെ കയമ്പിനെ കുറിച്ചൊന്ന് ചർച്ച ചെയ്യാം. അല്ല ബ്രിട്ടാസേ, നിങ്ങളുടെ ഒരു ചെറിയ ബുദ്ധി വെച്ചെങ്കിലും വലിയ സംഭവമാണെന്നുള്ളൊരു ധാരണ മാറ്റി വെച്ചിട്ട് ഒരു സാധാരണക്കാരനെ പോലെ ഒന്ന് ലളിതമാക്കി ഒന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങൾ എന്താ ചോദിച്ചത്? കുറെ കാലമായിട്ട് അദ്ദേഹം പറയുന്നതിലെ കയമ്പ് അദ്ദേഹത്തിന്റെ പാർട്ടിക്കാരെങ്കിലും അംഗീകരിക്കുന്നോ എന്നല്ലേ ചോദിച്ചത്? തൃശ്ശൂരിൽ എന്താ സംഭവിച്ചിട്ടുള്ളത്? അദ്ദേഹത്തിന്റെ പാർട്ടിക്കാർ ഒന്നടങ്കം, നിങ്ങളുടെ പാർട്ടിക്കാർ ഉൾപ്പെടെ, കോൺഗ്രസ് ഉൾപ്പെടെ, തൃശ്ശൂരിലെ നിഷ്പക്ഷരായിട്ടുള്ള ആളുകൾ ഉൾപ്പെടെ സുരേഷ് ഗോപിയുടെ പറയുന്നതിലെ കയമ്പ് തിരിച്ചറിഞ്ഞിട്ടല്ലേ അവിടെ 3,00,000-ലധികം ഭൂരിപക്ഷത്തില് അദ്ദേഹം വിജയിച്ചിട്ടുള്ളത്. ഇനി തൃശ്ശൂരിൽ ആദ്യമായിട്ട് അങ്ങ് പോയിട്ട് അങ്ങ് വിജയിച്ചതൊന്നുമല്ല, അദ്ദേഹം അവിടെ പരാജയപ്പെട്ടിട്ടുണ്ട്. ആ സമയത്തും ജനങ്ങൾക്കൊപ്പം നിന്ന് ഒരുപാട് പ്രവർത്തിച്ചു. ജനങ്ങളുടെ, സാധാരണക്കാരുടെ വിഷയങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നു. അവരുടെ പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ പറ്റാവുന്നതുപോലെ അദ്ദേഹം ഇടപെട്ടു. മാത്രമല്ല, തൃശ്ശൂരിലെ പ്രധാനപ്പെട്ട ഒരു വിഷയം തട്ടിപ്പ്, കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ്, അദ്ദേഹത്തിന്റെ പാർട്ടിയുമായി ബന്ധപ്പെട്ടുള്ള കരുവന്നൂർ തട്ടിപ്പ്, വലിയ സമരം അദ്ദേഹം തൃശ്ശൂരിൽ നടത്തി. സമരം നടത്തിയത് മാത്രമാണോ? EDയുടെ പ്രഖ്യാപനം വന്നില്ലേ? ED പത്രസമ്മേളനം വിളിച്ചു പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ? ബ്രിട്ടാസ് കേൾക്കാഞ്ഞിട്ടാണോ? പണം നഷ്ടപ്പെട്ടവർക്ക് പണം ED തിരിച്ചു കൊടുക്കാനുള്ള നടപടിക്രമങ്ങൾ തുടങ്ങിയെന്ന്. ഇതൊക്കെ കേരള ജനത കേട്ടോണ്ടിരിക്കുക. അപ്പൊ സുരേഷ് ഗോപി പറയുന്നതിലെ കയമ്പ് ഏതൊരു സാധാരണക്കാരനും ലളിതമാക്കി തന്നെ മനസ്സിലാക്കാൻ സാധിക്കൂലേ? അദ്ദേഹത്തിന്റെ പാർട്ടിക്കാര്, ഇവിടെയുള്ള നിങ്ങളുടെ പാർട്ടിക്കാര്, കോൺഗ്രസിലെ പാർട്ടിക്കാര്, ഇങ്ങനെ കേരളത്തിലെ തൃശ്ശൂരിലുള്ള ഒരുവിധം പാർട്ടിക്കാര്, നിഷ്പക്ഷരായിട്ടുള്ള ആളുകളൊക്കെ തന്നെ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തിട്ടാണ് 3,00,000-ലധികം ഭൂരിപക്ഷത്തോട് കൂടിയിട്ട് അദ്ദേഹം വിജയിച്ചിട്ടുള്ളത്. ഇനി തുടർന്നും അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ പാർട്ടിക്കും തൃശ്ശൂരിലെ ജനത വോട്ട് ചെയ്യും. അത് അദ്ദേഹം പറയുന്നതിലെ കയമ്പ് തിരിച്ചറിഞ്ഞിട്ടാ. ഇനി ബ്രിട്ടാസ് പറഞ്ഞ മറ്റൊരു വിഷയം എന്താ പറയുന്നത്? തിരുവനന്തപുരത്ത് തമ്പടിക്കുന്നു, കേന്ദ്ര ഈ ഡൽഹിയിലൊന്നും ഒരു പണിയുമില്ല എന്നാണ് ചോദിക്കുന്നത്. അല്ല, ബ്രിട്ടാസ് എന്താ കരുതിയത്? ഒരു ജനപ്രതിനിധിയാണെങ്കിൽ പാർലമെന്റിൽ പോയിട്ട് തലങ്ങും വിലങ്ങും പൊട്ടത്തരം വിളിച്ചു പറയാ എന്നാണോ ബ്രിട്ടാസ് കരുതിയത്? വലിയ പ്രസംഗങ്ങൾ നടത്തുക എന്നുള്ളതാണോ ബ്രിട്ടാസ് കരുതിയത്? പ്രസംഗങ്ങളൊന്നും നടത്തണ്ട എന്നല്ല പറയുന്നത്. ജനങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത്? ജനങ്ങൾ ഒരു പ്രധാനപ്പെട്ട വിഷയത്തിൽ നിൽക്കുമ്പോൾ അവർക്കൊപ്പം അവര് വിജയിപ്പിച്ച ജനപ്രതിനിധികൾ നിൽക്കുക എന്നല്ലേ? ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനാണ് ജനപ്രതിനിധികൾ. അതല്ലേ ബോധമുള്ള ഏതൊരു സാധാരണക്കാരനും മനസ്സിലാക്കുന്നത്. അപ്പൊ തിരുവനന്തപുരത്ത് എന്തിന് സുരേഷ് ഗോപി തമ്പടിക്കുന്നു? ഉത്തരം വളരെ വ്യക്തമല്ലേ? 30,000-ഓളം വരുന്ന ആശാ വർക്കർമാർക്ക് വേണ്ടിയിട്ട് ഒരുപാട് ആശാ വർക്കർമാർ തിരുവനന്തപുരത്തിന്റെ തെരുവില് സമരം ചെയ്തുകൊണ്ടിരിക്കുക.
30,000-ഓളം ആശാവർക്കർമാർ എന്ന് പറയുമ്പോൾ 30,000-ഓളം കുടുംബങ്ങളെ നേരിട്ട് ബാധിക്കുന്ന ഒരു വിഷയം തിരുവനന്തപുരത്ത് നടക്കുക. ആ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ടാ സുരേഷ് ഗോപി ഈ തിരുവനന്തപുരത്ത് തമ്പടിച്ചോണ്ട് നിൽക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ ബ്രിട്ടാസിന്റെ വെപ്രാളാണെന്ന് ഈ സുരേഷ് ഗോപി പറയുന്നതിലെ കയമ്പ് ആശാവർക്കർമാരും കേരള ജനതയും ദിനം പ്രതി തിരിച്ചറിയുന്നത്. ബ്രിട്ടാസിനത് കൃത്യമായിട്ട് മനസ്സിലായി. ഇനി എന്തെങ്കിലും തരത്തില് സുരേഷ് ഗോപിക്കെതിരെ പറയണം. അങ്ങനെ വെപ്രാളത്തിൽ മണ്ടത്തരങ്ങൾ വിളിച്ചു പറഞ്ഞു പോയതാ. ആ മണ്ടത്തരമാണ് വ്യക്തമാക്കിയിട്ട് മുന്നോട്ട് വെക്കുന്നത്. ആശാവർക്കർമാർക്ക് വേണ്ടിയിട്ട്, സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് നമ്മുടെ കേന്ദ്രമന്ത്രി, നമ്മുടെ ജനപ്രതിനിധി അവിടെ സമരം ചെയ്തുകൊണ്ടിരിക്കുക. അതിന് നിങ്ങൾ തമ്പടിച്ചു, അവിടെ പണിയില്ല എന്നൊക്കെ ചോദിച്ചാൽ ബോധമുള്ള കേരള സമൂഹം നിങ്ങളെ നോക്കി പുച്ഛിക്കും. അതാണ് ഇനി നടക്കാൻ പോകുന്നത്. തൃശ്ശൂരിൽ ഈ സുരേഷ് ഗോപി വലിയ രീതിയിൽ ആശാവർക്കർമാരുടെ വിഷയത്തിൽ ഇടപെട്ടു. എല്ലാ രീതിയിലും ഈ കേന്ദ്ര സർക്കാരിനെ കൊണ്ട് ഇടപെടിപ്പിക്കൽ നടത്തി. ആശാവർക്കർമാരുടെ സമരം കേന്ദ്രത്തിലേക്ക് സുരേഷ് ഗോപി എത്തിച്ചതോട് കൂടിയിട്ട് രാജ്യമൊന്നടങ്കമുള്ള ആശാവർക്കർമാർക്ക് പോലും വലിയ ഗുണം ലഭിച്ചു. ഇതൊക്കെ മാധ്യമങ്ങളിലൂടെ ബ്രിട്ടാസ് കാണുന്നില്ലേ? ബ്രിട്ടാസ് ആശാവർക്കർമാരുടെ സമരത്തിനോട് ഇപ്പൊ യോജിക്കില്ലല്ലോ. കാരണം ഇവരുടെ സർക്കാരിനെതിരെയാണല്ലോ സമരം നടക്കുന്നത്. വലിയ ബുദ്ധിമുട്ടില്ല. ഇത്തരം വിഷയങ്ങളിലൊക്കെ സുരേഷ് ഗോപി ഇടപെടുന്നതോട് കൂടിയിട്ട് സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് ദിനം പ്രതി സുരേഷ് ഗോപി ഏത് സ്ഥലമായിക്കൊള്ളട്ടെ, തൃശ്ശൂരായിക്കൊള്ളട്ടെ, തിരുവനന്തപുരമായിക്കൊള്ളട്ടെ, കേരളത്തിൽ എവിടെയാണെങ്കിലും സുരേഷ് ഗോപി ഇടപെടുന്നത് കാണുമ്പോൾ സ്വാഭാവികമായി ഇമാതിരിയുള്ള വെപ്രാളത്തിൽ മണ്ടത്തരം വിളിച്ചു പറയാന്നൊക്കെ അതായത് കേരളത്തിലെ സാധാരണക്കാര് ഇതൊക്കെ ആ ഒരു സെൻസിലെ കാണുന്നുള്ളൂ എന്നാണ് ബ്രിട്ടാസിനോടൊക്കെ പറയാനുള്ളത്. ബ്രിട്ടാസിനോടൊക്കെ ഒരു ഉപദേശമാക്കിയിട്ട് ഒരു ചെറിയൊരു കാര്യം മുന്നോട്ട് വെക്കാം. നിങ്ങൾ തന്നെ കണ്ടതല്ലേ, നമ്മുടെ കേരളത്തിൽ ലോക്സഭാ ഇലക്ഷനൊക്കെ വരുന്നതിന് മുമ്പായിട്ട് ഒരു സ്ത്രീ രംഗത്ത് വരുന്നു, പരാതി കൊടുക്കുന്നു. നമ്മുടെ കേരളത്തിന്റെ കാതും കണ്ണുമായി ഇരുന്ന സകല ചാനലുകളെയും മുമ്പിൽ വെച്ച് സുരേഷ് ഗോപി മോശമായിട്ട് പെരുമാറി എന്നൊക്കെ പറഞ്ഞു, പരാതിയൊക്കെ കൊടുത്തു. അതിന്റെ റിസൾട്ട് എന്താ സംഭവിച്ചിട്ടുണ്ടായിരുന്നത്? തൃശ്ശൂരിൽ 3,00,000-ൽ പരം വോട്ടിന് വിജയം. ഇനി ഇതുപോലെ ആശാവർക്കർമാർക്ക് വേണ്ടി, സാധാരണക്കാർക്ക് വേണ്ടി തിരുവനന്തപുരത്ത് ഒരു കേന്ദ്രമന്ത്രി തന്നെ തമ്പടിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഇങ്ങനെ വിളിച്ചു പറഞ്ഞ് നമ്മുടെ കേരളത്തിലെ ഇലക്ഷൻ പടിവാതിൽക്കൽ എത്തിയിരിക്കുക. ആ ഇലക്ഷനിലും ഇദ്ദേഹത്തെയും ഇദ്ദേഹത്തിന്റെ പാർട്ടിയെയും വലിയ രീതിയിലേക്ക് എത്തിക്കാനാണോ ബ്രിട്ടാസ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? ഏതായാലും ബ്രിട്ടാസിന്റെ ഒരു ശ്രമമില്ലെങ്കിലും നമ്മുടെ കേരളത്തില് വലിയൊരു രാഷ്ട്രീയ മാറ്റം തന്നെയാണ് നിലവിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. സാധാരണക്കാരുടെ വിഷയത്തിൽ അത് ആര് ഇടപെടുന്നോ, ഏത് പാർട്ടി ഇടപെടുന്നോ അവർക്കൊപ്പമേ സാധാരണക്കാരുണ്ടാവൂ. ഒരാൾക്കും ഒരു പാർട്ടിയിൽ തന്നെ നിൽക്കണമെന്നുള്ള ഒരു എഗ്രിമെന്റും ഒരാളും എവിടെയും കൊടുത്തിട്ടില്ല. അപ്പൊ സാധാരണക്കാർക്ക് വേണ്ടി ആരിറങ്ങുന്നോ? ഇപ്പൊ നമ്മുടെ കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത് സുരേഷ് ഗോപി ഇറങ്ങുന്നതാണ്, സുരേഷ് ഗോപിന്റെ പാർട്ടി ഇറങ്ങുന്നതാണ്, കേന്ദ്ര സർക്കാർ ഇറങ്ങുന്നതാണ്. സ്വാഭാവികമായിട്ടും സാധാരണക്കാര് സുരേഷ് ഗോപിയിലേക്കും കേന്ദ്ര സർക്കാരിലേക്കും അവരുടെ പാർട്ടിയിലേക്കും എത്തും എന്നുള്ളത് ഒരു സാധാരണമായിട്ടുള്ള സംഭവമാണ്. അതിന് വെപ്രാളം പിടിച്ച് തുള്ളുകയല്ല വേണ്ടത്. മറിച്ച് കേരള സർക്കാരിനോട് ആശാവർക്കർമാർക്കുള്ള ഓണറേറിയം കൂട്ടാൻ ഇനിയെങ്കിലും ഒന്ന് പറയോ.